ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ആമസോൺ പ്രൈമിൽ ഇന്ന് OTT റിലീസായിട്ട് വന്നിരിക്കുന്ന വിശേഷ മൂവിയെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ആണിത്. അപ്പോൾ ഈ സിനിമ റിലീസായത് ജൂലൈ ഒരു ഒരു സെക്കൻഡ് വീക്ക് ആ ഒരു സമയത്ത് അടുപ്പിച്ചിട്ടാണ് ഈ സിനിമ റിലീസായിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു മാസത്തിന് ശേഷം 1.25 മാസത്തിന് ശേഷം ഈ സിനിമ ആമസോണിൽ റിലീസായിരിക്കും. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു നവാഗത സംവിധായകനാണ്, സൂരജ് തോമസ് എന്നാണ് പുള്ളിയുടെ പേര്. അതുപോലെ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അത്യാവശ്യം ന്യൂ ആയിട്ടുള്ള ആൾക്കാരാണ്. മെയിൻ ലീഡ് ചെയ്തിരിക്കുന്ന ആളെയൊന്നും, അതായത് മെയിൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആളെ ഇതുവരെ മുന്നേ ഒന്നിൽ കണ്ടിട്ടില്ല. പക്ഷെ ഫീമെയിൽ ലീഡ് ചെയ്തിരിക്കുന്നത് അവരെ ഒരു 1-2 സിനിമയിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ലീഡായിട്ട് തന്നെ അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയൊക്കെ എനിക്ക് അവരുടെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. പക്ഷെ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. കിട്ടുന്ന കഥാപാത്രങ്ങളൊക്കെ മികവോട് കൂടി തന്നെ ചെയ്യുന്നതായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ, കല്യാണം നടക്കാത്ത ഒരാൾ, അപ്പോൾ അയാളുടെ കല്യാണം നടക്കുകയാണ്. അയാൾക്കപ്പോൾ ആദ്യം ഒരു ഫസ്റ്റ് മാരേജ് ഉണ്ടായി. അപ്പോൾ അയാളുടേതല്ലാത്ത ഒരു തെറ്റ് കാരണം അത് ഡിവേഴ്സ്ഡ് ആവുകയും അങ്ങനെ സെക്കൻഡ് മാരേജ് കുറേ അന്വേഷണത്തിന് ശേഷം ശരിയാവുകയും, അപ്പോൾ അയാളുടെ കല്യാണം അങ്ങനെ നടക്കുകയും പിന്നീട് കല്യാണം കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഈ നാട്ടിലൊക്കെ കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒട്ടനവധി ആൾക്കാരുണ്ടാവും അങ്ങനെ. നാട്ടിലെന്ന് പറയണ്ട, ഓരോ നാട്ടിലും ഉണ്ടാവും. അപ്പോൾ 1, 2, 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ആൾക്കാരുടെ ചോദ്യം എന്ന് വെച്ചാൽ വിശേഷം എന്തായി, വിശേഷം ഇല്ലേ, വിശേഷം ഉണ്ടോ, വിശേഷം ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ചോദ്യങ്ങളുമായിട്ട് 100 കണക്കിന് ആൾക്കാരെ പിന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഇതിവൃത്തം വെച്ച് അവർക്ക് ആ ഒരു ഒരു അമ്മയാവാനുള്ള സാഹചര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിലോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ മുന്നിലോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളും നേരിടുന്ന കുറച്ച് കാര്യങ്ങളും, അപ്പോൾ അവർ ജീവിതത്തിൽ അവർ വെച്ചിരിക്കുന്ന ഒരു ഹോപ്പിൻ്റെ ഒരു ബ്യൂട്ടിയും, എന്തൊക്കെയാണെങ്കിലും ആ ഒരു ഹോപ്പ്, ആ ഒരു ലവിനെ കൊണ്ടൊക്കെ പരാമർശിച്ച്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സ്ട്രെങ്ത് ബേസിക്കലി കാണിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ ഫുൾ ഓൺ ലൈഫ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഉള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ ബേസിക്കലി പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇതുപോലെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട്. പക്ഷെ എന്തോ ഒരു കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ട് തോന്നി. ഭയങ്കരമായിട്ടുള്ള സംഭവമൊന്നുമല്ല ഇത്. OTT ആയിട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് ചുമ്മാ ഇരുന്ന് കാണാം. പിന്നെ ഈ സന്ദർഭങ്ങളിലൂടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടൊക്കെ ചിലപ്പം തോന്നുമായിരിക്കും. അങ്ങനെ ഒരു സംഭവം തോന്നിയിരുന്നു. പിന്നെ ഇതൊക്കെയാണ് ബേസിക്കലി ഈ സിനിമയെ കുറിച്ച് തോന്നിയത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു 1.5 മണിക്കൂറിൽ പറയാനുള്ള ഒരു സ്റ്റഫേ ബേസിക്കലി ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം കുറേ സംഭവങ്ങളൊക്കെ റിപ്പീറ്റഡ്ലി അതേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ കുറച്ച് ബോറായി തോന്നിയിട്ടുണ്ടായിരുന്നു, ഈവൻ OTT കണ്ടിട്ട് വരെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ റൺ ടൈം 2 മണിക്കൂർ 15 മിനിറ്റോ മറ്റോ ഉണ്ട്. സത്യം പറഞ്ഞാൽ 1.5 മണിക്കൂറിൽ തീർക്കേണ്ടതായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമ കണ്ടപ്പം തോന്നിയിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കരമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളും ഇല്ല, ഭയങ്കരമായിട്ടുള്ള അഭിനയ അല്ലെങ്കിൽ കഥാപരമായിട്ട് ഇങ്ങനെ നിങ്ങളെ ഇതാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു എസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോപ്പ്, ലവ്, കമ്പാനിയൻഷിപ്പ്, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്. അത്രയ്ക്കൊക്കെ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ പോയിട്ട് കാണും, കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഇവിടെ വന്നിട്ട് രേഖപ്പെടുത്തും. നിങ്ങൾക്ക് എന്താണ് ഈ സിനിമയെ കുറിച്ച് തോന്നിയെന്നൊക്കെ പറയാമല്ലോ. സോ വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അൺടിൽ ദെൻ ഇറ്റ്സ് റിവ്യൂ റേഞ്ചർ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.